യോശുവയുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യവും 8-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യവും നമുക്ക് ചിന്തയ്ക്ക് ആധാരമായിട്ട്. അപ്പോൾ യഹോവ യോശുവയോട്, നിന്റെ കയ്യിലുള്ള കുന്തം ഹായിക്കു നേരെ ഏന്തുക, ഞാനത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അരുളി ചെയ്തു. ഞാനത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അരുളി ചെയ്തു. 26-ാമത്തെ വാക്യം. ഹായ് പട്ടണക്കാരെ ഒക്കെയും നിർമൂലമാക്കും വരെ, നിർമൂലമാക്കുന്നത് വരെ കുന്തം ഏന്തിയ കൈ യോശുവ പിൻവലിച്ചില്ല. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ കർത്താവുമായുള്ളവേ, നിന്റെ അഭിഷക്ത ഗണം പാദപീഠത്തിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടുമായിരിക്കുന്നു. അങ്ങയുടെ ജനത്തോട് ഇന്ന് രാത്രി കർത്താവ് ഇടപെടണമേ. ഏഴയ്ക്കും അങ്ങയുടെ ജനത്തിനും ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. അടിന് നാവോടുകൂടി ഇരിക്കണമേ. ദൂതുകൾക്കും സഭയുടെ ആത്മീക മുന്നേറ്റങ്ങൾക്കും വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ ദുരാത്മ മണ്ഡലം ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ അമർച്ച ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവാത്മ മണ്ഡലം ഈ രാത്രി ഞങ്ങൾക്കായി തുറക്കണം. മുഴുമകത്വം അങ്ങ് തന്നെ എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ വിശുദ്ധ കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വളരെ ഉപവസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മുടെ കേരളം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥ. അതിശക്തമായ ചൂട് നമ്മുടെ കേരളത്തെ മുഴുവൻ ഇങ്ങനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് സമയം ഒന്ന് വേർതിരിച്ച് പ്രാർത്ഥിക്കാനിരിക്കുക എന്നുള്ളത് ഏറെ അനുഗ്രഹം പകരുന്നൊരു കാര്യമാണ്. ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് 5-ാം തീയതി UK പോകേണ്ടതാണ്. മാർച്ച് 5 മുതൽ 30-ാം തീയതി വരെ അവിടെ ശുശ്രൂഷിച്ച് 29 വരെ ശുശ്രൂഷിച്ച് 30-ാം തീയതി തിരിച്ച് നാട്ടിൽ വരാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടായി. പ്രധാനപ്പെട്ട 5 കൺവെൻഷനുകൾ അവിടെ ഉണ്ട്. എല്ലാം റെഡിയായി പാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ 4-ാം തീയതി രാത്രി എത്തിക്കാതിൻ്റെ ഫ്ലൈറ്റ് വിളിച്ചു പറഞ്ഞു, ഫ്ലൈറ്റ് എല്ലാം ക്യാൻസലാണ്, ഒരു ഫ്ലൈറ്റുകളും യാത്ര ചെയ്യത്തില്ല, എയർപോർട്ടെല്ലാം അടച്ചു, അതുകൊണ്ട് താങ്കളുടെ ടിക്കറ്റ് ക്യാൻസലാക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ യാത്ര മുടങ്ങി. 6-7 കഴിഞ്ഞു, 8-ാം തീയതി. അപ്പം ഞാൻ പ്രോഗ്രാം ഒന്നും നാട്ടിലെടുത്തിട്ടില്ല, ഈ UK പോവാണല്ലോ. 8-ാം തീയതി വിശുദ്ധ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഉപവസിക്കാൻ വേണ്ടിയാണ് നിന്റെ പ്രോഗ്രാം ക്യാൻസലാക്കിയെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര തിരക്കുള്ള സമയത്ത് തിരക്കൊന്നും ഇല്ലാതെ 8-ാം തീയതി മുതൽ 29-ാം തീയതി വരെ ദിവസത്തിൽ ഉപവസിക്കാൻ ദൈവം എനിക്ക് നിയോഗം. ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറെ ദൈവദാസന്മാരെയൊക്കെ വിളിച്ചു. പെട്ടെന്ന് എന്നോട് ദൈവം പറഞ്ഞു, പ്രാർത്ഥിക്കാനാണ് ഉപവസിക്കാൻ പറഞ്ഞത്. എനിക്കത് ആദ്യം മനസ്സിലായില്ല. എങ്കിലും ദൈവം ഒരു നിയോഗം തന്നതനുസരിച്ച് ഞാൻ പകല് മാത്രം പൊതുയോഗം വെച്ചു. ശക്തരായ ദൈവദാസന്മാര് പകലൊക്കെ വന്ന് ശുശ്രൂഷിച്ചു. രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവർ മാത്രം യോഗത്തിന് വരാൻ പറഞ്ഞു. പകല് 10, 200, 250 പേര് വന്നു. വൈകിട്ട് 35, 40, 45 മേളിലോട്ട് കയറിയില്ല. അത്രയും പേരൊക്കെ വന്നുള്ളൂ. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, എത്ര ആൾ വന്നാലും പ്രാർത്ഥിക്കാൻ കുറച്ചു പേരെ ഉള്ളെന്ന് എനിക്ക്. ഹലോ, യോഗത്തിന് വരാൻ ഒരുപാട് പേരുണ്ട്, പ്രസംഗം കേട്ട് കൈയടിക്കാൻ ഒത്തിരി പേരുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ ആൾ കുറവാണെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും ഉള്ളവരെ ഞാൻ കസാറയെല്ലാം മാറ്റി റൗണ്ടിലിരുന്നു. ഞാനും റൗണ്ടിലിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി നേരം മുട്ടുമടക്കിയിരിക്കാൻ ഒക്കത്തിരുന്നൊക്കെ ഞാൻ വിചാരിച്ചതെങ്കിലും കർത്താവ് കുഴപ്പമൊന്നും വരുത്തില്ല. മുട്ടയിരുന്നു. വന്നവർ റൗണ്ടിൽ ഇരുന്നു. ഒരാൾ വിഷയങ്ങൾ പറയും, ഒരാൾ പ്രാർത്ഥിക്കും, ബാക്കിയുള്ളവർ ജാഗരിക്കും. ഒരത്ഭുതം
രാത്രി കഴിയും തോറും ആളുകൾ വരാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. 6:30 തുടങ്ങി 8:30 നിർത്തണമെന്നാണ് തീരുമാനം. പക്ഷെ 8:30, 8:45, 9:00, 9:30, 10 വരെയൊക്കെ രാത്രി പ്രാർത്ഥന പോയി. ആരും ഉറങ്ങിയില്ല, ബോറടിച്ചില്ല. അത് കഴിഞ്ഞുണ്ടായ വിടുതല് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച മുഴുവൻ വിഷയങ്ങൾക്കും ദൈവം അത്ഭുതകരമായ വിടുതലുകൾ ലഭിക്കാതെ കിടന്ന പല വാഗ്ദത്ത വിഷയങ്ങൾ ലഭിച്ചു. പിറ്റേയാഴ്ചയായപ്പോൾ ദൈവം പറഞ്ഞു വീണ്ടും ഒരു 4 ദിവസം ഇരിക്കാൻ പറഞ്ഞു. വീണ്ടും പിറ്റേ വ്യാഴം, വെള്ളി, ശനി, ഞായർ ഞാൻ വീണ്ടും ഉപവാസം. അന്ന് ഞാൻ ഇത് തന്നെ തുടർന്നു. പകല് മാത്രം യോഗം, രാത്രി പ്രാർത്ഥന. എൻ്റെ ജോമോൻ പാസ്റ്ററെ അന്തരീക്ഷം മൊത്തം മാറി. സഭയുടെ അന്തരീക്ഷം മാറി. നമ്മുടെ സഭകൾ പ്രസംഗാലയമായി വിളിക്കപ്പെടുമെന്നല്ല പുസ്തകത്തിൽ. ഹല്ലേലൂയ. എന്റെ ആലയം പ്രസംഗാലയം എന്ന് വിളിക്കപ്പെടുമെന്നല്ല, പിന്നെയോ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ശേഷിക്കുന്ന 3 ദിവസങ്ങൾ പ്രസംഗങ്ങൾ ഇച്ചിരി കുറയട്ടെ. പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ സമയമെടുക്കുമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, പട്ടണം ദൈവം നിങ്ങളുടെ കയ്യിൽ തരും. വിശ്വസിക്കുന്നവർ മാത്രമേ കരമടിക്കാവുള്ളൂ. ഹല്ലേലൂയ. ഈ പട്ടണത്തിന്റെ മറഞ്ഞു നിന്ന് പോരാടുന്ന ദുരാത്മ മണ്ഡലങ്ങൾ ഇവിടെ ആത്മാവിന്റെ പ്രാർത്ഥന ഉയരുമ്പോൾ ദൈവാത്മാവ് വെട്ടിമാറ്റുമെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവർ ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. വാഗ്ദത്തങ്ങൾക്കെതിരെ, കുടുംബങ്ങളുടെ നന്മയ്ക്കെതിരെയൊക്കെ വ്യാപരിക്കുന്ന ദേശത്തിന്റെ ആധിപത്യങ്ങൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദാസനായ യോശുവ ഒത്തിരി വിദ്യാഭ്യാസം ഒന്നും ഉള്ള ഒരാളല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ തന്റെ ലീഡർ ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആളാണ്. മോശ താനും മിസ്രൈമിലെ സകല അഭ്യാസങ്ങളും, പ്രൈസ് ദി ലോർഡ്, ഇത്രയേറെ ജ്ഞാനമുള്ളൊരു മനുഷ്യൻ വേറെയില്ല. അടുത്തൊരു ഫറവോനാകേണ്ട ആള് രാജ്യത്ത് എന്തെല്ലാം പഠിക്കണം അതെല്ലാം അഭ്യസിച്ച ഒരു വലിയ മനുഷ്യൻ. തന്റെ നേതൃത്വത്തിൽ 12-ലധികം യുദ്ധങ്ങൾ നടന്നെന്നാ പറയുന്നത്. ആ യുദ്ധങ്ങളെല്ലാം മോശ ജയിച്ചു വന്നപ്പോൾ തനിക്ക് ലഭിച്ച കൊള്ളയുടെ എല്ലാം മുഖ്യ പങ്ക് തന്റെ കൊട്ടാരത്തിയിരിക്കുക. ഫറവോന്റെ രാജ്യത്തുള്ള മോശയുടെ കൊട്ടാരത്തിയിരിക്കുക. മോശ വിട്ടിറങ്ങിയപ്പോ നിക്ഷേപം വിട്ടെന്ന് പറഞ്ഞത് ഈ 12 യുദ്ധങ്ങളിൽ നേടിക്കൊണ്ടുവന്ന് തന്റെ അരമനയെ സൂക്ഷിച്ചതെല്ലാം ഉടുതുണി അല്ലാതെ വേറൊന്നും എടുക്കാതെ കർത്താവിന് വേണ്ടി ഓടിയിറങ്ങിയ മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ലോകം എങ്ങനെ ഉണ്ടായി, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, പാപം എങ്ങനെ ഉണ്ടായി, ദൂതൻ എങ്ങനെ വെട്ടേറ്റ് വീണു, പിശാച് എങ്ങനെ ഉണ്ടായി, ഇതെല്ലാം ദൈവം വെളിപ്പെടുത്തിയത് ഈ മനുഷ്യനാ. ആ മനുഷ്യനുള്ളതുകൊണ്ടല്ലയോ നമ്മൾ ഈ കാര്യമൊക്കെ അറിഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത ശുശ്രൂഷയ്ക്ക് വന്നയാള് ഒരു അടിമ വീട്ടിൽ പിറന്ന് ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ ആകെ യോഗ്യത മോശയുടെ കൂടെ നടന്നു. പ്രൈസ് ദി ലോർഡ്. മോശ മുട്ടുമടക്കിടത്തൊക്കെ ഈ മനുഷ്യൻ മുട്ടുമടക്കി. മോശ പ്രാർത്ഥിച്ചിടത്തൊക്കെ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു. മോശ കയറിപ്പോയപ്പോ പാതി വഴി പോയി പുള്ളി മുഴങ്കാലിരുന്നു. ഇത്രയൊക്കെ ഉള്ളു യോഗ്യത. ഒരല്ലേ പറഞ്ഞേ. പക്ഷെ മോശയ്ക്ക് ശേഷം ആര് എന്ന ലോകത്തിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ, ഇസ്രായേലിന്റെ ചോദ്യത്തിന് മുമ്പിൽ ഒട്ടും സംശയമില്ല. ദൈവം പറഞ്ഞു മോശയ്ക്ക് ശേഷം ഒരുത്തനുണ്ടെങ്കിൽ അത് യോശുവയായിരിക്കും. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി വിദ്യാഭ്യാസമല്ല വിഷയം, ഇന്ന് രാത്രി ദൈവകൃപയാണ് വിഷയം. ഇവിടെ ലോഡ്സം പാടിയല്ലോ, കൃപയാണ് വിഷയം. ഇന്ന് രാത്രി എത്ര പേര് കൊതിക്കുന്നുണ്ട് കൃപയ്ക്ക് വേണ്ടി? ലോക ചരിത്രത്തിൽ ഈ മനുഷ്യനെ ഉപയോഗിച്ചതുപോലൊരു പക്ഷെങ്കിൽ മറ്റാരെ ഉപയോഗിച്ചിട്ടില്ല. സ്തോത്രം. പ്രകൃതി ശക്തികളെ നോക്കിയിട്ട് ഒരു സാധാരണ മനുഷ്യൻ, സൂര്യ നീ ഗിബയോനെ നിൽക്കണം,
ചന്ദ്ര, നീ അയ്യാലോൻ താഴ് വരെ നിൽക്കണം. അവര് ചോദിച്ചു, എപ്പം വരെ നിൽക്കണം? എന്റെ യുദ്ധം ജയിക്കുന്നവരെ. ടൈമൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ തുടങ്ങി വെച്ച യുദ്ധം എപ്പം ജയിക്കുമോ അതുവരെ നിശ്ചലമായിരിക്കണം. ഈ രാത്രി ചിലതിനോട് കൽപ്പിക്കാൻ, ഉപവാസന 4ാമത്തെ രാത്രിയിൽ നിന്റെ ജയത്തെ തടയുന്ന മേഖലകൾക്ക് നേരെ ആത്മാവിൽ വിരൽ ചൂണ്ടാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവർ ഈ രാത്രി ദൈവത്തെ ആരാധിക്കണം. ഉയർത്തത്തില്ല, ജയിപ്പിക്കത്തില്ല, മുന്നേറാൻ അനുവദിക്കത്തില്ല എന്ന് വാദിക്കുന്ന വ്യാപാരങ്ങൾക്ക് നേരെ അഭിഷേകത്തിന്റെ വിരൽ ചൂണ്ടാൻ തയ്യാറുള്ളവന് ഓ റബലബലബലബഷ്. ഈ മോശ ഇങ്ങനെ എന്തെങ്കിലും കൽപ്പിച്ചിട്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്റെ നേതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും അങ്ങനെ പറയാൻ പോകാന്ന് പറയാം. ഇതുവരെ മോശ അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മറ്റാരും ഇതുവരെ പോയിട്ടില്ലാത്ത വഴിയിലൂടെ ദൈവം യോശുവയെ നടത്തി. മറ്റാരും ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷ ദൈവം യോശുവയെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇന്ന് രാത്രി ഞാൻ ദൂതിലേക്ക് പ്രവേശിക്കും മുമ്പേ PC ചെറിയാനോ, ബാബു ചെറിയാനോ, സുനി ഐക്കാടോ, ഇനി ജോജോ പാസ്റ്ററോ, നിങ്ങൾ ആരും ചെയ്തതല്ലാതെ വേറിട്ട് വെറൈറ്റി ഉള്ള വ്യത്യസ്തതയാർന്ന ഒരു ശുശ്രൂഷയിലൂടെ ദൈവം എന്നെ നടത്തും എന്നൊന്ന് വിശ്വസിക്കാൻ കരുത്തുള്ള എത്ര ദൈവം കൂടെ വന്നിട്ടുണ്ട്. മറ്റാരെങ്കിലും ചെയ്ത് പഴകിയ ഒരു ശുശ്രൂഷയല്ല, ആരും ചെയ്തിട്ടില്ലാത്ത വിശ്വസിക്കുന്നവന് മാത്രമേ ദൈവത്തെ രാത്രി ആരാധിക്കാവുള്ളൂ. ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത നിലയിൽ ഈ നൂറ്റാണ്ടിൽ എന്റെ യേശു എന്നെ ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ മോശയ്ക്ക് 120ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. 120ാമത്തെ വയസ്സിലും മോശയുടെ കായബലം കുറഞ്ഞില്ല. കണ്ണിന്റെ കാഴ്ച മങ്ങിയില്ല, വെള്ളെടുത്തില്ലായിരുന്നു. നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞില്ല. 120ാമത്തെ വയസ്സിലും മോശയുടെ കണ്ണിന്റെ കാഴ്ച മങ്ങിയില്ല, കായബലം കുറഞ്ഞില്ല. എവിടുന്നാ മോശയുടെ മരണവും അടക്കവും നടന്നത്? അന്നത്തെ ഏറ്റവും ഉയർന്ന പർവ്വതമായ പിസ്കായുടെ മുകളിൽ. അപ്പോ യോശുവ വന്ന് 120 വയസ്സുള്ള അപ്പച്ചനെ കയ്യെ പിടിച്ചുകൊണ്ട് പതുക്കെ പർവ്വതം കയറുമായിരുന്നു. ഹലോ, തന്റെ അസിസ്റ്റന്റ് പാസ്സാകാൻ പോകുന്ന യോശുവ 120 വയസ്സുള്ള അപ്പച്ചന്റെ കയ്യെ പിടിച്ച് പതുക്കെ മേളിൽ കയറ്റുമായിരുന്നു. ഒരു സ്ട്രെച്ചറിന്റെ സഹായത്തോടെ കയറുമായിരുന്നു. പറഞ്ഞാട്ട് അല്ല, ഈ 120ാമത്തെ വയസ്സിലും ബലം കുറയാഞ്ഞത് കർത്താവിനറിയാം. ഇവൻ ഈ പർവ്വതം കയറി വരണം, പരസഹായമില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പരസഹായമില്ലാതെ ഇവൻ എവിടെ കയറി വരണം? പർവ്വതത്തിൽ കയറി വരണം. ഇവന് കനാനിൽ പ്രവേശിക്കാൻ അനുവാദമില്ല. പക്ഷെ കനാൻ മൊത്തം ഇവന് കാണണം. അതിന് കണ്ണിന് കാഴ്ച പോയാൽ കാണാനൊക്കത്തില്ല. സ്തോത്രം പറഞ്ഞില്ല. ഞാൻ ഇവന് വേണ്ടി ഒരുക്കുന്ന വാഗ്ദത്തം ഇവൻ പിസ്കായുടെ മുകളിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ കനാൻ മൊത്തം കാണണം, വാഗ്ദത്ത ദേശം മൊത്തം കാണണം. അതിന് 2 കാര്യം ദൈവം ചെയ്തു. ഒന്ന്, കേറി വരാൻ ബലം കൊടുത്തു, കാണാൻ കാഴ്ച കൊടുത്തെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ മുമ്പിൽ വെച്ച ചില പർവ്വതങ്ങളെ നീ ആത്മാവിൽ കരുത്തോടെ ഒന്ന് ചവിട്ടി കയറാൻ തയ്യാറാകുമെങ്കിൽ ഓ റബ ശബ്ദര ഈ രാത്രി സൗഖ്യങ്ങൾ നടക്കുകയാ. നിന്റെ കാലുകളെ ബലഹീനമാക്കുന്ന, നിന്റെ കരങ്ങളെ ബലഹീനമാക്കുന്ന, നിന്റെ ചലനത്തെ സൂക്ഷിപ്പിക്കുന്ന ചില മേഖലകളുടെ മേൽ ഈ രാത്രി ആത്മാവിന്റെ കരം ചലിക്കുകയാണ്. ഏറ്റെടുക്കുന്നവരിനകത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരാഴമായ വിടുതൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ കാലിന്റെ ബലഹീനത മാറിക്കൊണ്ടിരിക്കുക. ഞാനത് ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക.
നടക്കാൻ കഴിയാത്ത ചില ബലഹീനതകൾ, ഇന്ന് രാത്രി തുള്ളിച്ചാടാൻ കഴിയാത്തതുപോലെ നിന്നെ ഒതുക്കുന്ന ചില പോരുകൾ, അത് ഞരമ്പുകളെ ബാധിച്ച, അത് ലിഗമെന്റുകളെ ബാധിച്ച, ചില മസിൽസിനെ ബാധിച്ച പോരുകൾ ഈ രാത്രി ആത്മാവ് വേരോട് അഴിച്ചു മാറ്റുകയാ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അസാധാരണമായ ഒരു വിടുതല്. ഓ റബലമാന ഗൽഖജാന വക്ഷ സൈഡരെ ദിവരബലബലബലബഷ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കേറിപ്പോയ മോശ പിന്നെ ഇറങ്ങി വന്നില്ല. ഇന്നലകളിൽ പുള്ളി പലപ്പോഴും കേറിപ്പോയിട്ടുണ്ട്. സീനായുടെ മുകളിൽ, ഹോരേബിന്റെ മുകളിൽ, കർബേലിന്റെ മുകളിൽ ഒക്കെ താൻ കേറിപ്പോയി. പക്ഷെ ഒരു 40 ദിവസം കഴിയുമ്പോൾ പുള്ളി എന്ത് ചെയ്യും? ഇറങ്ങി വരും. പക്ഷെ ജനത്തിന്റെ പ്രതീക്ഷ മുഴുവൻ മാറിപ്പോയി. കേറിപ്പോയ ആള് ഇറങ്ങി വന്നില്ല. അവിടെ വെച്ച് മരിച്ചു. ദൈവം അടക്കി. സ്തോത്രം. പിന്നെ ആരും മോശയെ കണ്ടിട്ടില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ഇനി ആരാണ് അടുത്ത ലീഡർ എന്നുള്ള വലിയ ചിന്ത ജനത്തെ നയിക്കുമ്പോഴാണ് ദൈവം യോശുവേ ഇന്ന്, എല്ലാരും പറഞ്ഞേ, കേട്ടില്ല, ഇന്ന് എല്ലാരും പറഞ്ഞേ, അടുത്തിട്ട് ഞാൻ കൈ കൊടുത്ത് പറഞ്ഞു ഇന്നെന്ന് പറഞ്ഞേ. ഇന്ന് ജനത്തിന്റെ കാങ്കെ നിന്നെ ഞാൻ വലിയവനാക്കി തുടങ്ങും. ഓ ഹല്ലേലൂയ. ആത്മാവ് ദൂത് പറയുക, ഇന്ന് 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 ഞാൻ നിന്നെ ജനത്തിന്റെ മുമ്പിൽ വലിയവനാക്കി തുടങ്ങും എന്ന് ഉറപ്പുള്ളവരൊന്ന് പ്രതികരിച്ചോ. ഇത് നിന്നെ ഉയർത്തുന്ന രാത്രിയാ, ഇത് നിന്നെ വളർത്തുന്ന രാത്രിയാ, നിന്റെ സ്ഥിതി ദൈവം മാറ്റുന്ന രാത്രിയാ. ഓ യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. വലിയവനാക്കും, വലിയവനാക്കും. ഇന്നത്തെ ശൂന്യതകളെ ദൈവം മാറ്റി, ദൈവം ഇന്ന് മുതൽ വലിയവനാക്കും. ഓ ഹല്ലേലൂയ. ശക്തമായി ദൈവം ഇടപെടുകയാണ്. നിങ്ങൾ ആ പറഞ്ഞ ഡേറ്റ് മറക്കല്ല്. 7-ാമത്തെ ദിവസമല്ല, നാളെയല്ല, ദൂത ഏറ്റെടുക്കുന്നവരെ ആരാധിക്കാവൂ. സഭയോട് ദൈവം പറയുന്നു, ദൈവദാസന്മാരോട് ദൈവം പറയുന്നു, ഇന്ന് ദൈവം നിന്നെ വലിയവനാക്കാൻ തുടങ്ങുകയാ. ഓ രക്തത്താലേ ജയം. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഓ ഹല്ലേലൂയ. ദൈവം യോശുവോട് പറഞ്ഞു, നീ ജനത്തോട് പറയണം, 3 ദിവസം നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ആരെയാ? ആരെയാ? കേട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാരും പറഞ്ഞേ, എന്നെ തന്നെ 3 ദിവസം ശുദ്ധീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ എത്ര? ഏതൊക്കെയാ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. സ്തോത്രം. 4 ഇന്ദ്രിയം പുറത്ത് ചുമ്മാ വെച്ചേക്ക. പ്രത്യേകിച്ച് അടപ്പൊന്നുമില്ല. 2 ചെവി ഉണ്ട്, അടപ്പൊന്നുമില്ല. ചെള്ളിനും കയറാം, പാറ്റായിക്കും കയറാം, പ്രശ്നമൊന്നുമില്ല. തുറന്നു വെച്ചേക്കുക. ആവശ്യമുള്ളതും കേൾക്കാം, ആവശ്യമില്ലാത്തതും പറ കേൾക്കാം. കണ്ണ് 2 എണ്ണം. സ്തോത്രം. പക്ഷെ ഈ കണ്ണ് തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ല. ചെവി തമ്മിൽ ഇതുവരെ ഉണ്ടോ? കണ്ണാടി ഇല്ലെങ്കിൽ നമുക്ക് ചെവി എവിടെന്ന് അറിയുന്നില്ലല്ലോ. സ്തോത്രം. മൂക്ക് ഭയങ്കര 2 ദുരാരം വെച്ചേക്കുക. അടച്ചിട്ടേ ഇല്ല. അടച്ചാൽ നമ്മുടെ പരിപാടി പോകും. സ്തോത്രം. പക്ഷെ അപ്പുറത്തൊരു വലിയ ഹോളുണ്ടെന്ന് ഇപ്പുറത്തെ ഹോളിന് അറിയത്തില്ല. 4 ത്വക്ക് മൊത്തം അങ്ങ് നിൽക്കുക. സ്തോത്രം. പക്ഷെ ഒരവയവം മാത്രം, കനത്ത 2 ചെറി, അതിനകത്ത് 32 ഗ്രില്ല്, അതിനകത്ത് തൊട്ട് താഴെ ഒരു കെട്ട്, അകത്ത് 2 ക്ലിപ്പിട്ടൊരു കെട്ട്.
24 മണിക്കൂർ വെള്ളത്തിട്ട് വെച്ചേക്കുക. വെളിയിലെടുത്താൽ ആകെ പ്രശ്നമാണ്. ഇത്ര ഭദ്രമായി സൂക്ഷിച്ച ഒരു ഇന്ദ്രിയം വേറെ ഇല്ല. മെർക്കുറി പോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക. സ്തോത്രം. ആവശ്യമില്ലാതെ പുറത്തോട്ട് വരാതിരിക്കാൻ തൊട്ട് താഴെ ഒരു കെട്ട് 1 ഇഞ്ച് അകലത്തിൽ, ആ കരുത്തിന്റെ ഭാഗത്ത് വേറെ ഒരു കെട്ട്. മനസ്സിലാകുന്നുണ്ടോ അല്ലേ? ഇനി അറിയാതെ ചാടിയ കടി കൊടുക്കാനായിട്ട് 32 ഇരുമ്പ് ഗ്രില്ല് എല്ലാം വെച്ചേക്കുക. ഇത് ചെറിയ അവയവമാണെങ്കിലും വലിയ കാട് കത്തിക്കും. ജീവന്റെ ചക്രത്തിന് തീ കൊടുക്കും. ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്ന അവയവം പഞ്ചേന്ദ്രിയങ്ങളിൽ നാക്കാണ്. ഏതാണ്? നാവ്. അതുകൊണ്ടാണ് സ്തോത്രം പറയുന്നത്, അതുകൊണ്ടാണ് അന്യഭാഷ പറയുന്നത്, അതുകൊണ്ടാണ് ലോർഡ്സിന്റെ കുറ്റം പറയുന്നത്. ഓരുറവയിൽ നിന്ന് പറ നിങ്ങള് കയ്പുള്ള വെള്ളവും മധുരമുള്ള വെള്ളവും വരുന്ന ഒരിടത്തും തന്നെയാണ്. സ്തോത്രം. ഇങ്ങനെ ആരാധിച്ചോണ്ടിരിക്കുമ്പോൾ കർത്താവ് വരുവാണ്, നമ്മളെല്ലാം പോകും. യോഗം കഴിഞ്ഞാലത്തെ സ്ഥിതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. പ്രൈസ് ദി ലോർഡ്. ആട്ടെ, ദാവീദ് ഒരു തീരുമാനം എടുത്തു. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ അധരദ്വാരത്തിനൊരു കാവലാക്കി. പ്രൈസ് ദി ലോർഡ്. ഒരല്ലേ പറഞ്ഞ് ഹല്ലേലൂയ. നമ്മൾ ഈ നാട്ടുകാരുടെ എല്ലാം കുറ്റം പറഞ്ഞ എന്തുകൊണ്ടാ? ഇപ്പോഴെല്ലാം നമ്മുടെ ഈ വൈകിട്ടത്തെ യോഗ കഴിഞ്ഞ് വീട്ടിൽ ചെന്നുള്ള ഡൈനിങ് ടേബിളെ വെച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ രുചികരമായി കഴിക്കുന്ന ആഹാരം പാസ്റ്റർ ഫ്രൈ ആണ്. ഏതാ ഭാവിച്ച? പാസ്റ്റർ ഫ്രൈ. പറഞ്ഞ എല്ലാരും കൂടെ പാസ്റ്റർ ഫ്രൈ. ചിക്കൻ ഫ്രൈ അല്ല, അത് അയാൾ എനിക്കിട്ട് വെച്ചതാ. നീ കേട്ടോ, അവർക്കിട്ട് കൃത്യമായിട്ട് പുള്ളി അരിഞ്ഞു വാരി കൊടുത്തിട്ട് ആ പുള്ളി പോയത്. ഹലോ, നമ്മൾ വീട്ടിൽ ചെന്ന് പോസ്റ്റ്മോർട്ടം ഇച്ചിരി കൃപ പ്രാപിച്ചായിരുന്നു പോയത്. വീട്ടിൽ കൊണ്ടതെല്ലാം കൂടെ പറഞ്ഞ് കളഞ്ഞു. അന്തരീക്ഷം പോയോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ യോശുവയുടെ നാവ് കൊണ്ട്, നിങ്ങൾ പുസ്തകം മൊത്തം വായിച്ചു, യോശുവയുടെ നാവ് കൊണ്ട് ശുശ്രൂഷയ്ക്ക് വിരോധമായി ഒന്നും പറയാതെ അത്യാവശ്യമുള്ളപ്പോൾ മാത്രമേ പുള്ളി ആ നാവ് ഉപയോഗിച്ചു. ഹലോ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ പ്രസംഗിക്കുന്ന നാക്ക് നീ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിച്ച കുറച്ചു നാളുടെ വണ്ടി ഓടുമായിരിക്കും. അപ്പൊ ദൈവം പറഞ്ഞു, യോശുവ നീ ജനത്തോട് പറയണം, അടുത്ത 3 ദിവസം നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. എന്നിട്ട് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ തോളത്ത് പെട്ടകം വെച്ച് നീ യോർദാനിൽ പുരോഹിത ഉള്ളംകരയോട്ടും യോർദാൻ എന്ത് ചെയ്യും? രണ്ടായിട്ട്. മോശയുടെ കാലത്ത് പെട്ടകം വേണ്ട, അന്ന് പെട്ടകം ഇല്ല. അന്ന് മോശ കൈ നീട്ടി, മോശയുടെ ബലഹീനമായ കൈയുടെ മീതെ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം വന്നു, ചെങ്കൽ രണ്ടായി. ശരിയല്ലേ? ശരിയാ. ദൈവം ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു, ചെങ്കൽ രണ്ടായി. ശരിയല്ലേ? പറ. ശരിയാണ്. ദൈവം വെള്ളത്തെ കൂമ്പാരം കൂട്ടുമാറാക്കി, ചെങ്കൽ രണ്ടായി. ശരിയല്ലേ? ആണോ? മോശ വടി നീട്ടി, ചെങ്കൽ രണ്ടായി. ശരിയല്ലേ? ഇതിൽ ഏതാ ശരി? ഇതെല്ലാം ശരിയാണോ? ഒന്നും മിണ്ടുന്നില്ല. വടി നീട്ടിയപ്പോഴാണോ രണ്ടായത്? കൈ നീട്ടിയപ്പോഴാണോ രണ്ടായത്? കാറ്റടിച്ചപ്പോഴാണോ രണ്ടായത്? ഇതിൽ ഏതാ ശരി? എല്ലാം. ഹലോ, ശരി പി സി ചെറിയാൻ പറയുമ്പോൾ നമുക്ക് തോന്നും അതായിരുന്നു ശരി. ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ലോഡ്സം പറയുമ്പോൾ തോന്നും അയ്യോ അതായിരുന്നു ശരി. ഞങ്ങൾ രണ്ടും മാറിയിട്ട് ദാനിയേൽ സാറ് കയറുമ്പോൾ തോന്നും ആഹാ ഇതായിരുന്നു ശരി. മാറി മാറി വരും കേട്ടോ. ഒന്നും മിണ്ടുന്നില്ല. സത്യം ഒന്നേ ഉള്ളൂ.
ശരി മാറി മാറി വരും, സത്യം പക്ഷെ സത്യം മാറത്തില്ല. സത്യം മാറത്തില്ല. ശരി ഒത്തിരി ഉണ്ട്, സത്യം ഒന്നേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഈ യായിറോസിന്റെ കൊച്ച് മരിച്ചെന്ന് ആ മനുഷ്യൻ വന്ന് പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ പറ. പള്ളിപ്രമാണ കൊച്ച് അതെന്നൊക്കെ ചുമ്മാ കയറി പറഞ്ഞോ വിവര് മതി. അയാൾ പറഞ്ഞ ശരി. യേശു പറഞ്ഞു മരിച്ചിട്ടില്ല, ഉറങ്ങുക, അതാ സത്യം. ഈ വീട്ടിൽ നിന്ന് വന്ന് പറഞ്ഞതാ ജോൺസൺ പാസ്റ്റർ ശരി, കൊച്ചിയത്ത് പോയി, അതാ ശരി. യേശു പറഞ്ഞു കൊച്ചോളം മരിച്ചിട്ടില്ല, ഉറങ്ങുകയാ, അതാ സത്യം. സോദരൻ രാത്രി പറയണം ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ പറഞ്ഞതെല്ലാം ശരിയാ, പക്ഷെങ്കിൽ ചെങ്കട രണ്ടായത്. വല്യപ്പൻ യാക്കോബായിട്ടിരിക്കുമ്പോ ഒന്ന് പ്രാർത്ഥിച്ചു. ആരായിട്ടിരിക്കുമ്പോ? ഉപായിയായിട്ടിരിക്കുമ്പോ, യാക്കോബായിട്ടിരിക്കുമ്പോ പ്രാർത്ഥന കഴിഞ്ഞപ്പോ തമ്പുരാൻ പേര് മാറ്റി ഇസ്രായേൽ. എന്താക്കി? ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, ഇസ്രായേലേ നീ വെള്ളത്തിൽ കൂടി കടക്കേണ്ടി വരും. ഒരു വാഗ്ദത്തമാണ്, നടക്കേണ്ടി വരും. പക്ഷേ ആ വെള്ളം നിന്നെ മുക്കത്തില്ല. നീ നദിയിൽ കൂടി കടക്കേണ്ടി വരും, അത് നിന്റെ മീതെ കവിയത്തില്ല. നീ തീയിൽ കൂടി കടക്കേണ്ടി വരും, അത് നിന്നെ. നമ്മുടെ യാക്കോബ് തീ കൂടെ പോയില്ല, അല്ലല്ലേ പറഞ്ഞേ? നദി കൂടെ പോയില്ല, അല്ലല്ലേ പറഞ്ഞേ? വെള്ളത്തിൽ കൂടെ പോയില്ല, അല്ലല്ലേ പറഞ്ഞേ? മര്യാദ ഈ കട്ടലയിരുന്ന് പിള്ളേരെ 12 പേരെ അനുഗ്രഹിച്ച്, ഇളയ ചക്കൻ്റെ 2 പിള്ളേരെ അനുഗ്രഹിച്ച് സമാധാനത്തോടെ കട്ടിലേക്ക് കാല് വെച്ച് കിടന്ന ഉറങ്ങി മരിച്ചത്. പക്ഷേ ഇസ്രായേൽ വെള്ളത്തിൽ കൂടെ വന്നു, ചെങ്കട രണ്ടായി, വെള്ളം വരെ മുക്കിയില്ല, അക്കരെ കയറി. അത് ഇസ്രായേലിനോട് പറഞ്ഞ വാഗ്ദത്തമാണ്. ഈ ഉപവാസത്തിന്റെ വിടുതൽ ഇന്നുകൊണ്ട് തീരുകയല്ല, നീ കേൾക്കുന്ന വാഗ്ദത്ത തലമുറകളിലേക്ക് വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ നീട്ടിയപ്പോഴാ രണ്ടായത്. അത് ശരിയാണെങ്കിലും ഇസ്രായേലിനോട് യാബോക്ക് വെച്ച് പറഞ്ഞടാ, നാളെയുടെ നീളകളിൽ നിന്റെ തലമുറ ഇസ്രായേലിന്റെ മുമ്പിൽ പ്രതിസന്ധി വരും. പക്ഷെ ഇന്ന് നീ പ്രാർത്ഥിച്ചല്ലോ, അന്ന് ഞാൻ വഴി തുറന്നിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ മുമ്പിൽ യോർദാൻ കരകവിഞ്ഞൊഴുകും, അത് നിന്റെ മീതെ കവിയത്തില്ല. ഇതിനകത്തെ ദൂത് പറയുകയാ, നിനക്ക് വിരോധമായി ഒഴുകുന്ന ചില മേലൊഴുക്കുകളെ തമ്പുരാൻ വെട്ടിമുറിച്ചിട്ട് ഇതിനകത്ത് വഴി തുറക്കുവാൻ. അടഞ്ഞെന്ന് വിചാരിച്ച ചില വഴികൾ ദൈവം ഇത് തുറക്കുമെന്ന് ആരെയൊക്കെ തൊട്ടു ദൈവം ഇടപെടുകയോ. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. ആത്മാവാഴമായി ഇടപെടുകയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോർദാൻ രണ്ടായി, ഇവരിൽ അക്കരെ കയറി. അവിടെ ഞാൻ നിൽക്കുന്നില്ല. അക്കരെ കയറിയപ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞു. പിള്ളേരൊക്കെ വളർന്നു വരുന്ന ഉടനെ AI സിസ്റ്റമൊക്കെ ആകുമ്പോൾ പിള്ളേർ ഇതൊക്കെ മറന്നു പോകും. പിള്ളേരുടെ ധാരണ നമ്മളെല്ലാം ചിക്കിങ്ങും KFC ഒക്കെ അടിച്ച് വളർന്ന പിള്ളേരുടെ ധാരണ. നമുക്ക് ഒന്നും കിട്ടിയിട്ടെന്ന കാര്യം നമുക്കറിയാം. അന്ന് ഏതെങ്കിലും ബിരുദുകാരൻ ഇപ്പം ബാബുച്ചാൻ വീട്ടിൽ വരുക എന്ന് പറഞ്ഞാൽ കോഴിയെ പറമ്പിക്കൂടെ ഓടിച്ച് അടുത്ത പറമ്പിക്കൂടെ ഓടിച്ച് അതിൻ്റെ ഇടപാട് തീർത്ത് അതിനെ പിടിച്ചു കൊണ്ടുവന്ന് കൂട്ടാനും വെച്ച് നാട്ടുകാരെല്ലാം ബാബുച്ചാൻ വരുന്ന കാര്യം അറിയും. നമ്മളെ കോഴിയെ ഓടിക്കുമ്പോൾ നാട്ടുകാരെല്ലാം പറ, എന്നിട്ട് സ്പൂണ് തിരിച്ചു പിടിച്ച് വിളമ്പി നമുക്ക് എന്തെങ്കിലും കഷ്ണം കിട്ടിയാൽ എന്നാലും നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവ് വിരുന്നുകാരൻ വീട്ടിൽ വരണേന്ന്. എല്ലാവരും ഉണ്ടോ? അന്ന് ചിക്കിങ് ഒന്നും ഇല്ല മക്കളെ, അന്ന് ഡ്രം സ്റ്റിക്കും ഇല്ല. എന്തോ അന്ന് ആകെ ചെണ്ടമുറിയനാ. ഒരല്ലേ പറഞ്ഞേ. അപ്പൊ ഈ യോർദാനിൽ നീ 12 കല്ലെടുത്ത് അവിടെ തന്നെ നാട്ടണം. ഇവിടെ തന്നെ യോർദാനിൽ തന്നെ. പിന്നെ ഒരു 12 എണ്ണം കരയ്ക്ക് കൊണ്ട് വെക്കണം. കരയ്ക്ക് കൊണ്ട് എല്ലാരും കയറി കഴിഞ്ഞിട്ട് ആ 12 കല്ല് തോളത്തി ഉമ്മിക്കൊണ്ട് 8 മൈൽ അപ്പുറേ കൊണ്ട് ഗിൽഗാലിൽ നാട്ടണം. ഗിൽഗാലിൽ 12 കല്ല് എവിടെ ഉണ്ട്? യോർദാനിൽ കമന്ന് കിടന്ന നേരെ നിർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മേലൊഴുക്കും കീഴൊഴുക്കും ഒരുപോലെ അടി കൂടെ പാഞ്ഞ് പോകുന്നവരെ കീഴെ കിടന്നതാ. പൊക്കി നിർത്തി. ഇന്ന് രാത്രി പൊക്കി നിർത്തും. പ്രൈസലോ. എത്ര ആഴത്തിൽ കിടന്നതായാലും ഇന്ന് രാത്രി ചിലതിനെ പൊക്കി നിർത്തുമെന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഇതിന് കരയ്ക്ക് കൊണ്ട് 12 എണ്ണം നാട്ടണം. കരയ്ക്ക് കൊണ്ട്
പിള്ളേര് ഭാവി ചോദിക്കും, അപ്പച്ച ഈ കല്ലെന്തിനെ നാട്ടിൽ നിർത്തിയേക്കുന്നത് എന്ന് പറഞ്ഞു. മോനെ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് വള്ളമില്ലായിരുന്നു, ചെങ്ങാടമില്ലായിരുന്നു, കടത്തുവഞ്ചി ഇല്ലായിരുന്നു, ബോട്ടും കപ്പലും ഒന്നും വല്ലവരും പറഞ്ഞേ നിങ്ങളുടെ ഇരിപ്പുണ്ട് എല്ലാം ഉണ്ടായിരുന്ന കൂട്ടാ. ഹലോ, ഇതൊന്നും ഞങ്ങൾക്ക് അക്കരെ കയറാൻ ഒരു മാർഗമില്ലല്ലോ എന്ന് ഓർത്ത് ചങ്കുപൊട്ടി. പ്രൈസ് ദി ലോർഡ്. കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ സകല നന്മ അടിച്ചോണ്ട് പോകുമ്പോൾ എങ്ങനെ അക്കരെ കിടക്കും നോക്കിയപ്പോൾ വാഗ്ദത്തം അക്കരെ ഉണ്ട്, പക്ഷെ അക്കരെ കയറിയിട്ട് വേണ്ടേ പ്രാപിക്കാൻ. അങ്ങനെ വഴി അടച്ചു നിന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ചില പുരോഹിതന്മാർ നടുവിൽ നിന്ന് കേട്ടോ. ഞങ്ങളുടെ വിഷയത്തിന് നടുവിൽ ചിലർ കാലുകുത്തി നിന്നു. അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ വഴി തുറന്നതാ. നീ തലമുറയോട് പറയാൻ മറക്കല്ല്, തലമുറയോട് പറയാൻ മറക്കല്ല് ഇന്നലകളിൽ ദൈവം നിന്നെ നടത്തിയ വിധങ്ങൾ. ഈ രാത്രി ഏറ്റെടുക്കുന്നവരെ മാത്രം ദൈവത്തെ സ്തുതിച്ച് ദൈവം നിന്നെ ഇന്നലകളിൽ നടത്തിയ വിധങ്ങള് നീ പറയാതിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മുമ്പിൽ വലിയ യെരിഹോവിന്റെ കോട്ട. ഇസ്രായേൽ മക്കൾ നിമിത്തം യെരിഹോ നിവാസികൾ കോട്ട അധികം ഉറപ്പാക്കി. നിന്റെ വാഗ്ദത്തത്തെ തടഞ്ഞു നിൽക്കുന്ന ചില വിഷയങ്ങൾ നീ നിമിത്തം ഉറപ്പായിക്കൊണ്ടിരിക്കുക. അതിനാ ഉപവാസം വെച്ച്. ഹലോ, ഉപവാസം വിളിച്ചത് കുറെ പ്രസംഗകരെ വിളിച്ച് അവരുടെ പ്രസംഗം കേൾക്കാനും കുറെ പാട്ടുകാരെ വിളിച്ച് അവരുടെ പാട്ട് കേൾക്കാനുമല്ല. നിന്റെ മുമ്പിൽ നീ നിമിത്തം ഉറപ്പിച്ച ചില മതിലുകളുണ്ട്. ഹല്ലേലൂയ. നീ അത് പൊളിക്കാൻ കമ്പിപ്പാരയും കൊണ്ടൊന്നും പോകണ്ട, അത് പൊളിക്കാൻ സ്റ്റേ മേടിക്കണ്ട, കോടതി പോകണ്ട, വക്കീൽ ഓഫീസ് കയറണ്ട. നിന്റെ വാഗ്ദത്തം തടഞ്ഞു നിൽക്കുന്ന ആ പോരിനെ നീ ആത്മാവിലൊന്ന് ചുറ്റിയാൽ, ഈ 7 ദിവസങ്ങൾ നീ ആത്മാവിൽ അതിനെ വലയം ചെയ്യാൻ തയ്യാറായാൽ, ആത്മാവ് പ്രവചിച്ചു പറയുക ഒരിക്കലും തകരത്തില്ലെന്ന് പിശാച് ബാധിച്ച് എത്ര ഉറപ്പാക്കിയതാണേലും ഇന്ന് രാത്രി ഇടിഞ്ഞ് താഴുമെന്ന് ഉറപ്പുള്ളവര്, വിശ്വസിക്കുന്നവർ മാത്രം, വിശ്വസിക്കുന്നവർ മാത്രം അസാധാരണമായ വിടുതൽ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. 6 ദിവസം ഓരോ പ്രാവശ്യം ഇതിനെ എന്ത് ചെയ്തു? ചുറ്റി. 7ാമത്തെ ദിവസം ഓരോ ഒറ്റയടിക്ക് 7 പ്രാവശ്യം എന്ത് ചെയ്തു? ചുറ്റി. അങ്ങനെ 7 മാറും. 13 പ്രാവശ്യം യെരിഹോവിന്റെ കോട്ടയെ യോശുവയുടെ നേതൃത്വം എന്ത് ചെയ്തു? വലയം ചെയ്തു. 13ാമത്തെ പ്രാവശ്യം ഒന്നിച്ച് ഇവരൊരൊറ്റ സ്തോത്രം പറഞ്ഞ് ദൈവത്തിനൊരു മഹത്വം കൊടുത്തപ്പോൾ ഈ കോട്ട പിന്നെ കണ്ടിട്ടേയില്ല. പുരാവസ്തു ഗവേഷകർ പറഞ്ഞേക്കുന്നത് നോഗയുടെ പെട്ടകം വരെ കണ്ടു, പത്രോസിന്റെ അമ്മായിമ്മ താമസിച്ച വീട് കണ്ടു, യേശു താമസിച്ച വീട് കണ്ടു, ലാസറിന്റെ കല്ലറ കണ്ടു. പക്ഷെ ഇന്നുവരെ യെരിഹോ കോട്ട കണ്ടിട്ടില്ല. ഇന്നുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ഗൂഗിളെല്ലാം പരിശോധിച്ചു. തമ്പുരാൻ മറച്ചാൽ പിന്നെ ഏത് പുരാവസ്തുക്കാരെ നോക്കിയാലും നിന്റെ ഭാവിക്കെതിരെ, നിന്റെ കുടുംബത്തിന്റെ ഉയർച്ചക്കെതിരെ, നിന്റെ ദൂതനായ പ്രതിയോഗി കെട്ടി ഉയർച്ച കോട്ട എത്ര പ്രബലമായാലും തമ്പുരാൻ താഴ്ത്തിയാൽ പിന്നെ അത് ഒരിക്കലും കാണുകയില്ലെന്ന് ഉറപ്പുള്ളവര് ഈ രാത്രി കാരം നന്ദിയോട് അടിച്ച് ദൈവത്തെ ആരാധിച്ച് ഇനി ഒരിക്കലും പൊങ്ങി വരാത്ത നിലയിൽ ജീസസ് ശക്തമായ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. അറിയാത്ത ചില മേഖലകളിൽ വാഗ്ദത്തങ്ങൾക്കെതിരെ ചില മതില് കെട്ടിവെച്ചിരിക്കുക. ഇന്ന് രാത്രി അത് പൊളിക്കുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുകയാ. സഭയ്ക്ക് വിരോധമായി നിൽക്കുന്ന, ശുശ്രൂഷക്കെതിരെ നിൽക്കുന്ന ചില കോട്ടകളെ ഈ രാത്രി സ്വർഗം പൊളിക്കാൻ പോകുകയാ. ഏറ്റെടുത്താരാധിച്ചോ, ഏറ്റെടുത്താരാധിച്ചോ. ഒരസാധാരണ വിടുതൽ. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം. ഓ ശൈഡ പ്രമന അധികാരങ്ങൾക്ക് മനാധനാജനാരമ. യെസ് യെസ് യെസ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. യെരിഹോ കോട്ട ഇടിച്ചു, യെരിഹോ പിടിച്ചെടുത്തു. ഭയങ്കര സന്തോഷം, ഭയങ്കര ഭയങ്കര സന്തോഷം. അടുത്തത് ഹായി പട്ടണമാണ്. അടുത്തത് ഹായി പട്ടണം. ഹായി പട്ടണം നോക്കുമ്പോൾ വെച്ചാൽ നമ്മളെല്ലാം കൂടെ പോകേണ്ട കേസൊന്നും ഇല്ല. അതിന് നമ്മുടെ 2 അസിസ്റ്റന്റുമാരെ വിട്ടാലും ഒന്നും മിണ്ടുന്നില്ല. നമ്മുടെ ഏലിശ വടി കൊടുത്ത് വിട്ടല്ലോ ഗേഹസിയുടെ കൈ. അപ്പൊ ഇത് വലിയ കേസൊന്നുമല്ല. നമ്മുടെ ഗേഹസിയുടെ ഈ വടി കൊടുത്ത് വിട്ടാൽ തീരുന്ന പാറയെല്ലാരും കൂടെ. നീ ഒന്നിനെ നിസാരവൽക്കരിക്കരുത്, നീ ഒന്നും ചെറുതായി കാണല്ല. മനസ്സിലാകുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. ഒരു വിഷയത്തെ നീ എന്തായി കാണല്ലേ. പിന്നെ അകത്ത് ഇച്ചിരി ജാടേ കയറി. യെരിഹോം ഒരു 13 റൗണ്ട് നടന്നൊരു സ്തുതിക്കുമ്പോൾ പോകാനേ ഉള്ളെങ്കിൽ ഹായ് എന്തോ ഇരിക്കുന്നു. ഹലോ ഹായ് പറയെല്ലാരും കൂടെ. ഇതൊക്കെ എന്തോ ഉണ്ടച്ചാ, ഇതിനേക്കാളൊക്കെ വലിയത് ഞങ്ങള്. പിന്നെ നമ്മുടെ ഇരിപ്പ് കണ്ട അറിയത്തില്ലേ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യോശുവ ഒരു 10-30,000 പേരെ വിളിച്ചിട്ട് അങ്ങോട്ട് വിട്ടു. അയ്യോ ഇവന്മാര് തോട്ട് 8 നിലയല്ല 18 നില പൊട്ടി. നിന്റെ അകത്ത് ജാട കയറിയ, നിന്റെ അകത്ത് അഹങ്കാരം കയറിയ, എപ്പോൾ അപമാനിക്കപ്പെടുന്ന കുറിച്ചിട്ടാണ്. ഒന്നും കണ്ട് പുകഴല്ല, ഒന്നും കണ്ട് പ്രശംസിക്കല്ല, ഒരു ജയം കണ്ട് നീ അടങ്ങിയിരിക്കരുത്. ഈ ഉപവാസം ചിലരെ ജയിക്കുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പരാജയപ്പെടുന്ന ചില മണ്ഡലങ്ങളെ തിരിച്ചു പിടിക്കുമെന്ന് ഈ രാത്രി ദൈവാത്മാവ് ദൂത് പറയുകയാ. ഓ തിരിച്ചു പിടിക്കാൻ പോവുക, തിരിച്ചു പിടിക്കാൻ പോവുക. ചില മേഖലകളെ തിരിച്ചു പിടിക്കാൻ പോവുക. ഏറ്റെടുക്കുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവര് കുറച്ചു പേര് ചത്തു, തോറ്റ് തുന്നമ്പാടിൽ തിരിച്ചു വന്നപ്പോഴാണ് നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യം യോശുവ ഓർത്ത്. യോശുവ കവണ് വീണ് കരഞ്ഞു പകല് മൊത്തം. ഇത് ചെയ്തേച്ച് ഇവരെ വിട്ടാ പോരായിരുന്നു? എൻ്റെ കൂടെ ഉണ്ടോ? അച്ഛാ ഈ പ്രാർത്ഥന നേരത്തെ നടത്തിയിട്ട് പിന്നെ ഹായ് പിടിക്കാൻ പോയാ പോരായിരുന്നു? നീ വിചാരിച്ച് നിന്റെ മസിൽ പവർ കൊണ്ട് പിടിക്കാമെന്ന്. നീ ഒന്നും പിടിക്കത്തില്ല. നിന്റെ മസിൽ പവർ കണ്ട് നീ പേടിക്കും. നീ അങ്ങ് ഞെളിവൊന്നും വേണ്ട. ഹലോ, തോറ്റ് തുന്നമ്പാടി തലേ തുണി ഇട്ട് നാണം കെട്ടപ്പോ പുള്ളി കവണ് വീണു. സ്തോത്രം. അതിനു മുമ്പേ അടുത്ത 3 ദിവസം കൊണ്ട് ഇരുന്നോണം ആരെങ്കിലും ഒക്കെ. ഒരപമാനം വീടിന് വരുന്നതിന് മുമ്പേ, തല കുനിക്കേണ്ട ഒരു കേസ് വരുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയപ്പോ നീ പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. ഉപവസിക്കാൻ അവസരം കിട്ടിയ നീ ഉപവസിച്ചോണം. ആരോടൊക്കെയോ ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാ. നീ തമാശായി കണക്കാക്കരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നമുക്ക് വണ്ടി ഉണ്ടേലേ യോഗത്തിന് വരൂ, വണ്ടി ഉണ്ടേലേ വീട്ടിൽ പോകും, AC ഉണ്ടേലേ ഇരിക്കൂ. സ്തോത്രം. പിന്നെ നമ്മൾ വരുന്നവരെ അങ്ങ് സുഖിപ്പിച്ചിരുത്തുകയല്ലേ. എന്റെ കുഞ്ഞ്, ഇത് സുഖിക്കാനുള്ള സമയമല്ല, ഇത് നെടുമ്പാട് വീണ് കരയാനുള്ള സമയമാണ്. ഹല്ലേലൂയ. നെടുമ്പാട് വീണ് കരയാനുള്ള സമയമാണ്. ആരോടൊക്കെയോ കൃത്യമായി ഇടപെടുകയാ. ചില അപമാനങ്ങൾ വരാതിരിക്കാൻ, ചില പരാജയങ്ങൾ വരാതിരിക്കാൻ, ചില തോൽവികൾ വരാതിരിക്കാൻ ആത്മാവ് പ്രവചിച്ചു പറയുന്നു. നെടുമ്പാട് വീണ് കരയാൻ തയ്യാറാകുമെങ്കിൽ ഹല്ലേലൂയ. യോശുവ വീണ് കിടക്കുമ്പോൾ ദൈവം പറഞ്ഞടാ മോനെ, നിന്റെ കുഴപ്പം കൊണ്ടല്ല, ജനത്തിന്റെ ഇടയില് പാപമുണ്ട്. എന്നുകൊണ്ട് പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ, കേട്ടില്ല. ജനത്തിന്റെ ഇടയില് ഞാനൊക്കെ വിശ്വാസി വരുന്നത് 84-ലാണ്. അന്നൊക്കെ എല്ലാ ആഴ്ചയിലും കർത്തൃമേശയുണ്ട്. പക്ഷെ അന്നത്തെ ഉപദേശിക്ക് പറയണ്ട, ദയവ് ചെയ്ത്
പുകവലിക്കുന്നവർ കർത്തൃമേശയിൽ നിന്ന് മാറി നിൽക്കണം. മദ്യപിക്കുന്നവർ കർത്തൃമേശയിൽ നിന്ന് മാറി നിൽക്കണം. ദൈവവചന വിരുദ്ധമായ ജീവിതം അന്നൊന്നും പറയേണ്ട കാര്യം അന്ന് ഇല്ല. അന്ന് അതില്ലാത്തവരായിരുന്നു സഭയിൽ. ഇന്ന് ഗതികേട് കൊണ്ട് നമ്മൾ പറയണം, കർത്താവിൻ്റെ തിരുമേശ അടുത്ത ഞായറാഴ്ച ഉണ്ട്, ഒരുക്കത്തോടെ വേണം വരാന്, കഴിയുമെങ്കിൽ വെള്ളം ധരിച്ചുകൊണ്ട് വരണം. പിന്നെ വെള്ളി ശനി ഞായർ കർത്തൃമേശയ്ക്ക് വേണ്ടി എന്തുണ്ട്? ഉപവാസ പ്രാർത്ഥന ഉണ്ട്. പിന്നെ ദയവ് ചെയ്ത് പാപം ചെയ്തവരൊക്കെ മാറി നിൽക്കണമെന്ന് പറയേണ്ട ഗതികേട് ഇന്നുണ്ട്. നിങ്ങൾക്ക് വിരോധമില്ലല്ലോ. ഞാൻ റാന്നി പറയേണ്ട കാര്യം റാന്നി പറഞ്ഞോളാം. ഞാൻ മൂവാറ്റുപുഴ പറയാൻ വന്ന കാര്യമാണ് പറയുന്നത്. സന്തോഷമുണ്ട്, കൈയടിച്ച്. നിങ്ങൾ പിണങ്ങുമെന്ന് വിചാരിച്ച് ചിലർ പറയും ഞാൻ റാന്നിക്കാരോട് പറഞ്ഞത്. അത് ഞാൻ അവിടെ പറഞ്ഞോളാം. അവിടെ ഞാൻ 40 വർഷമായിട്ട് ഒരിടത്ത് പ്രസംഗിക്കുകയല്ലേ. ഒറ്റ സഭ 26 വർഷമായിട്ട് പ്രസംഗിക്കുകയല്ലേ. ഒരല്ലേ പറഞ്ഞേ? യോശുവേ, ജനത്തിൻ്റെ ഇടയിൽ എന്തുണ്ട്? പാപം. പിടിക്കപ്പെടണം. ചീട്ടിട്ടു. 12 ഗോത്രത്തിന്റെ പേര് ചീട്ടിട്ടു. ചീട്ട് യഹൂദ ഗോത്രത്തിന്റെ മേൽ വീണു. യഹൂദ ആരാണ്? ആരാധിക്കുന്നവനാ. സ്തുതി അവന്റെ കയ്യിലാണ്. അവൻ പിടിക്കപ്പെട്ടു. അവന്റെ കുലം, ഗോത്രം പിടിക്കപ്പെട്ടു. അടുത്ത ചീട്ട് കുലത്തിന്റെ മേൽ വീണു. കുലത്തിന്റെ ചീട്ട് കുടുംബത്തിന്റെ മേൽ വീണു. കുടുംബത്തിന്റെ ചീട്ട് ആഹാന്റെ മേൽ. എന്തൊരു പ്രോസസ്സിങ്! ഹലോ, ഇവിടുത്തെ 1 വർഷമായിട്ട് സ്വർണം കട്ടവനെ പിടിക്കാൻ പോവുക. പിടിച്ചോനല്ല ജാമ്യത്തിൽ ഇറങ്ങി. ഇപ്പൊ കേസെടുത്തവൻ മണ്ടനായിട്ടിരിക്കുക. പക്ഷെ യോശുവയുടെ ചീട്ടിട്ട് പിടിച്ചു. സ്വർണം കട്ട കേസ് തന്നെയാ. സ്വർണം കക്ക ഇന്ന് തുടങ്ങിയൊന്നുമല്ല, പണ്ട് തൊട്ട് സ്വർണം കക്കുക. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഇടയ്ക്ക് സ്വർണം കെട്ടത് എരിഹോ മതിന് ഇടിച്ചു കയറി അകത്ത് കണ്ട വെള്ളിക്കട്ടി സ്വർണ്ണക്കട്ടി എല്ലാം എടുത്ത് കുഴിച്ചിട്ട് മണ്ടയ്ക്ക് പാപിരിച്ച് പുള്ളി മുടങ്കാലിരുന്നുകൊണ്ട് രക്തം ചെയ്യാൻ പറയുക. എന്നതിന്റെ മണ്ടയ്ക്ക് ഒന്നും മിണ്ടുന്നില്ല. സ്വോത്രം പറയണം. എടാ, പാപത്തിന്റെ മണ്ടയ്ക്ക് പായിട്ട് മുഴങ്കാലിരുന്ന പാപം തീരത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ജീവിതത്തിൽ ആഴമായ ക്രമീകരണം ഒരുക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തെ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ വിവരിക്കുന്നില്ല. ആകാൻ പിടിക്കപ്പെട്ടു. ആകാനെ പ്രവാചക ശൈലിയിലെ യോശുവ വിളിച്ച്, മകനെ നീ എന്ത് ചെയ്തു? അവിടെ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടു, ഞാൻ മോഹിച്ചു, ഞാൻ എടുത്തു, ഞാൻ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞു. അതോടെ അവനെ കുഴിച്ചിട്ടു. സ്വോത്രം. അവനൊരു കൽക്കൂനയായിട്ട് മാറി. ഒരു സ്വോത്രം പറഞ്ഞേ. ആകാൻ ഒരു കൽക്കൂനയായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു, യോശുവ നീ കുന്തമെടുത്ത് ഹായ്ക്ക് നേരെ നീട്ടണം. ഹായ്ക്ക് നേരെ. നമ്മുടെ ദേവദാസന്മാർ പാട്ട് പാടുമ്പോൾ നമ്മുടെ ലോഡ്സം പറയും, കൈ ഉയർത്തി കുറച്ച് നേരം നിൽക്കാം. നമ്മൾ എത്ര നേരം ഉയർത്തി പിടിക്കും? പറഞ്ഞേ. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതെ കൈ ഉയർത്തി എത്ര നിൽക്കും? പാറ. എല്ലാവരും കൂടെ എന്നെ കൊണ്ട് എല്ലാം കൂടെ പറയിപ്പിക്കാം. ഒരു 5 മിനിറ്റ്. ഒരു കുന്തം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിലും ഒരു കുന്തത്തിന് വെയിറ്റ് 7 കിലോ മുതൽ 30 കിലോ വരെ വെയിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. സാധാരണ കുന്തത്തിന് മണ്ടയ്ക്ക് സ്വർണം, പുറകെ പിച്ചള എല്ലാം വെച്ച് ഇടയ്ക്ക് ഇതൊക്കെ പിടിച്ച് വെക്കുന്ന കുന്തത്തിന് 30 കിലോ വരെ തൂക്കം ഉണ്ട്. നമുക്ക് 7 കൂട്ടിയാൽ മതി, 30 അവിടെ കിടക്കട്ടെ. 7 കിലോ ഒരു കുന്തം ഇങ്ങനെ പിടിച്ചോണ്ട് യുദ്ധം ജയിക്കുന്നത് വരെ നിൽക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്നലത്തെ പരാജയം ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് യോശുവയ്ക്ക് കരുത്തു പകർന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ചിലരുടെ മേൽ അഭിഷേകത്തിന്റെ കരുത്ത് ദൈവം പകരാൻ പോയ പരാജയപ്പെട്ട ചില മേഖലകളിൽ, പരാജയപ്പെട്ട മേഖലയിൽ നിന്നെ ജയിപ്പിക്കുന്ന ഒരു അധികാരത്തിന് രക്തത്താലേ ജയം. ഹല്ലേലൂയ. ഇന്നലെ കനത്ത പരാജയം ഏറ്റുവാങ്ങി തല കുനിക്കേണ്ടി വന്ന യോശുവ ഒരു തീരുമാനമെടുത്തു. ജയം കണ്ടിട്ടല്ലാതെ, ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, നീ കുന്തം ഹായ്ക്ക് നേരെ നീട്ടണം.
ഈ നാലാമത്തെ രാത്രി പട്ടണത്തിന് നേരെ, ഈ മൂവാറ്റുപുഴ പട്ടണത്തിന് നേരെ അഭിഷേകത്തിന്റെ കുന്തമോങ്ങാൻ ദൈവാത്മാവ് ദൂത് പറയുകയാ. ഏറ്റെടുക്കുന്നവർ ഏറ്റെടുക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ച് അസാധാരണമായ ഏറ്റെടുത്തൊന്ന് ആരാധിച്ച് ഇത് വിടുതലിന്റെ രാത്രിയാ. നിന്റെ കുടുംബത്തിന്റെ കെട്ടഴിയുകയാ. നീ പരാജയപ്പെട്ട മേഖലയിൽ, നീ അപമാനിക്കപ്പെട്ട മേഖലയിൽ, നിന്റെ കുടുംബത്തിന്റെ തകർത്ത് സംഭവിച്ചിടത്ത് ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഏറ്റെടുത്ത് രാത്രി ആരാധിച്ച് നീ എവിടെ പരാജയപ്പെട്ടോ, എവിടെ അപമാനിക്കപ്പെട്ടോ, അവിടെ ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ തീരുമാനം എടുക്കും? ഞാൻ ഈ കൈ താക്കത്തില്ല. എവിടെ നിന്നെ അപമാനിച്ചോ, എവിടെ നീ പരാജയപ്പെട്ടോ, എവിടെ നീ തല ഉനിക്കേണ്ടി വന്നോ, ഇന്ന് രാത്രി ആത്മാവി കൈനിട്ട് ആ പോരിന് മുമ്പിൽ ഹല്ലേലൂയ കായിയെ നിർമൂലമാക്കുന്നത് വരെ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കായിയെ നിർമൂലമാക്കുന്നത് വരെ യോശുവയുടെ കൈ കുന്തമോങ്ങി നിന്നെങ്കിൽ ഈ രാത്രി ഈ ഉപവാസത്തിൽ ദൈവാത്മ പറയുന്നു പട്ടണത്തിന് നേരെ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന പോലെ പറപ്പിക്കുന്നു പറഞ്ഞേക്കുക. ഹല്ലേലൂയ. അതിനപ്പുറത്ത് ചില ആഭിചാരങ്ങൾ, ചില നേർച്ച കാഴ്ചകൾ, ചില പൂജകൾ, ചില കർമ്മങ്ങൾ, ചില കുരുതികൾ, ചില ഹോമങ്ങൾ. പക്ഷെ ഇന്ന് രാത്രി ജയം നിനക്കുള്ളതാ. നീ കൈ നീട്ടാൻ തയ്യാറായാൽ ശൂന്യതകൾ മാറട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ശാപങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് ഇതിനകത്ത് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ലയൺ ഓഫ് ജൂദ എന്ന് ബോർഡ് എഴുതിയ വണ്ടികൾ, വണ്ടിയല്ല, വണ്ടിയല്ല, വണ്ടികൾ. പാർക്കിങ്ങിന് പ്രത്യേക ഗ്രൗണ്ട്. കൈ ഇളക്കരുത്, കൈ താക്കരുത്. ദൈവം നിന്റെ കൈ തരാൻ പോകുകയാണ്. നിന്റെ മുമ്പിൽ സൂര്യൻ നിശ്ചലമാകും, നിന്റെ മുമ്പിൽ ചന്ദ്രൻ നിശ്ചലമാകും, നിന്റെ മുമ്പിൽ ശത്രു പരാജയപ്പെടും. ദൈവം നിന്റെ കൈ ദേശം തരാൻ പോകുകയാണ്. കായി ദേശം ദൈവം നിന്റെ കൈ തരുമെന്ന് രാത്രി ആത്മാവ് പ്രവചിക്കുകയാണ്. ഏറ്റെടുക്കുന്നവര് മാത്രം. ചില യോശുവമാരെ ദൈവം തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹൂരും അഹരോനും മോശയുടെ കൈ താങ്ങുന്നത് പോലെ കൈ താങ്ങി നിർത്താൻ കഴിവുള്ള, അല്ലെ കൈത്താങ്ങൽ തരുന്ന, അങ്ങനെ തന്നെ ദൈവം കൈത്താങ്ങൽ തരുന്ന ചിലരെ ദൈവം ഒരുക്കാൻ പോകുകയാ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആത്മാവ് ദൂത് പറയുകയാ, നിനക്ക് കൈത്താങ്ങൽ തരുന്ന ചിലരെ. Shoot up, tear up, tear up, tear up. Hallelujah. ചില ഇരുട്ട് പരത്തുന്ന വ്യാപാരങ്ങൾ ഇന്ന് രാത്രി തമ്പുരാൻ വെട്ടിയിട്ടുണ്ട്. ആ അന്ധകാരത്തിന്റെ ആധിപത്യത്തെ നിന്റെ ചില ദ്രഹ്മകൾ ഇരുട്ടിനകത്ത് മറഞ്ഞു കിടക്കുക, വെളിപ്പെട്ടു വരുന്നില്ല. അതിനെ പൊടി മൂടിയേക്കുക. പക്ഷെ ഈ നാലാമത്തെ രാത്രി വിളക്ക് കത്തിക്കഴിഞ്ഞു. ആ ദ്രവ്മ പുറത്തു വരാൻ പോകുക. കൈമോശം വന്നതുപോലെ ചോർന്നു പോയ ചിലതിനെ ദൈവം ഇന്ന് രാത്രിയിൽ ജനത്തിന്റെ കയ്യിൽ തരുകയാണ്. ഏറ്റെടുക്കുന്നവര് മാത്രം ദൈവത്തെ ആരാധിക്കും. ദൈവകൃപ.
Ora mana dera dena regada rauda rada rausha sabdare. Oh rektam chayam. Oh രോഗങ്ങളെ കെട്ടഴിയട്ടെ, ശാപങ്ങളെ കെട്ടഴിയട്ടെ, ആഭിചാരങ്ങളെ കെട്ടഴിയട്ടെ, അന്യാരാധന പോരഴിയട്ടെ. ആമേൻ. ഇവരെ മനഗര രൗഷ sabdara. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് ഒരു കാര്യം പറയുന്നത്, ദേശം ഞെടുക്കുന്ന ചില ശബ്ദങ്ങൾ ഈ ഉപവാസം കഴിയുമ്പോൾ നിങ്ങളുടെ കാതിൽ കേൾക്കും. എതിരെ നിന്ന് ചില വ്യാപാരങ്ങൾ കായ് ഉടഞ്ഞതുപോലെ, ഹല്ലേലൂയ, കായ് ശൂന്യമായതുപോലെ കൺമുമ്പിച്ചതിനെ മാറ്റിയിട്ട് നിന്റെ മുഖത്തെ ആദരിക്കുന്ന ദൈവകരം സഭയ്ക്കകത്ത് വെളിപ്പെടുമെന്ന് ആത്മാവ് പ്രവചിച്ചു പറയുകയാണ്. ഈ രാത്രി ഏറ്റെടുക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കണ്ട മിസ്രൈമിനെ ബാക്കി നിങ്ങൾ പറ, ഇനി കാണത്തില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി കാണുകയില്ല. ഇനി മേലാൽ കാണില്ല. ഇനി മേലാൽ കാണില്ല. നീ കാണത്തില്ല. ആമേൻ. നീ കാണത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, പിന്നെ ഞാൻ അതുവഴി പോയി, കണ്ടില്ല. ഞാന് കണ്ടില്ല. അത് സ്വദേശികമായ വെറും പച്ചവൃക്ഷം പോലെയായിരുന്നു, പച്ചച്ചെടി പോലെയായിരുന്നു, ഒറ്റ വെയിലിന് വാടുന്നത് പോലെ. ചിലത് മാറിയിട്ട് സഭയുടെ യശസ്സുതയെ ഉയർത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി സിംഹം ഈര പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓ വിശ്വസിക്കുന്നവർക്കായി ഹല്ലേലൂയ, അവൻ ഈര പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധേര 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 കണ്ടാരാധിച്ചോ? ആത്മാവിൽ കണ്ടാരാധിച്ചോ? അകത്തെ ആത്മ മനുഷ്യൻ സടകുടഞ്ഞെഴുന്നേൽക്കട്ടെ. ചില വെളിപ്പാടുകളുടെ തലങ്ങൾ തുറക്കുകയാണ്, ചില ദർശനങ്ങളുടെ തലങ്ങൾ തുറക്കുകയാണ്. ഏറ്റെടുത്താരാധിച്ച് അസാധാരണമായ ചില വിടുതലുകൾ ഇതിനകത്ത് ദൈവം പകരുകയാണ്. ഹല്ലേലൂയ. കുടുംബങ്ങളുടെ ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ ഇന്നലത്തെ അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ദൈവം ചെയ്യുന്ന രാത്രിയ ഏറ്റെടുക്കുന്നവൻ. ഹല്ലേലൂയ. ഓ ഏറ്റെടുത്ത് ജനം ആരാധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഒരു പുത്തൻ നിയോഗത്തോടെ, ഓ അപമാനിക്കപ്പെട്ട, വിരൽ ചൂണ്ടപ്പെട്ട, ഒറ്റപ്പെടുത്തിയ മേഖലകളിൽ ഞാൻ നിന്നെ ജയത്തോടെ ഒരു യോശുവയുടെ മുഖത്തെ ആദരിച്ചതുപോലെ ആദരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാ. ഓ ഏറ്റെടുത്ത് ആരാധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ റബ ശബ്ദ റബ ഓ റിഖല മന ബറബ ഷൈദ റബ ബബ അർത്ഥനാദനാദന. യെസ് 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 ബറബ ഷൈദ നാദനാദന. ഓ റിഖല മന ബറബ ഷൈദ നാദനാദന. രഗസ്മന ധര 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 ചുടഗസ്മന രഗധര ധര 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 ശബരബ പ്രബരഗദര ഗദരഗസ്യാദനം ചുട രാഗ രാഗ ഥേ ഥേ ഥേ. ഓ ശതല ബ ബ ബ ബ ബ ധര ബ ബ ബ ബ ബ ബ ശതേ ദേ രേകസിയ ധര ശതര ബ ബ ബ ചുടല ബ ബ ബ ബ
ഓ ശക്തിയോട് അല്പ നിമിഷം എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. രണ്ട് കരം നന്നായിട്ടടിച്ച് അന്യഭാഷയിൽ അഭിഷേകത്തോടെ യേശുവിന്റെ നാമത്തിലോ. യെസ് യെസ് യെസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൈ പുറകോട്ട് വലിക്കല്ല, കൈ ക്ഷീണിച്ചു പോകല്ല. നീ ആ വാഗ്ദത്തത്തെ നോക്കി, ആ അവകാശത്തെ നോക്കി ഈ രാത്രി ആത്മാവിലെ കരം നീട്ട്. ഹല്ലേലൂയ. കുഴഞ്ഞു പോകാതെ, മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ നീ ആ കരം നീട്ട്. ആ ദേശം, ആ പട്ടണം, ആ കുടുംബം, ആ വ്യക്തിയെ ദൈവം നിന്റെ കൈ തരാൻ പോകുന്നു. ഏറ്റെടുക്കുന്നവര് മാത്രം ആരാധിക്കണം. അന്ന് ജനം കാങ്കെ യോശുവയെ ദൈവം വലിയവനാക്കി. ആരംഭത്തിൽ എന്നാ പറഞ്ഞേ? ഇന്ന് നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. എല്ലാരും പറഞ്ഞേ, ഇന്ന് നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. അന്ന് വലിയവനാക്കി ദൈവം അവനെ വലിയവനാക്കി, ജനത്തിന് മുമ്പിൽ വലിയവനാക്കി. പറഞ്ഞത് ദൈവമാണോ? പറഞ്ഞത് ദൈവമാണോ? മാനിക്കുമെന്ന് പറഞ്ഞ ദൈവമാണോ? ഉയർത്തുമെന്ന് പറഞ്ഞ ദൈവമാണോ? ഇന്ന് രാത്രി ദൈവം ആ പറഞ്ഞ ദൈവം അന്ന് തന്നെ. ഹല്ലേലൂയ. 23-ാം തീയതി രാത്രി 9 മണിക്ക് ആത്മാവ് പ്രവചിച്ചു പറയുന്നു, ഇന്ന് നിന്റെ വിടുതലിന്റെ രാത്രി. ഓ യേശുവിന്റെ നാമത്തിൽ ഒരു നല്ല നിലയിൽ പറഞ്ഞേ. ഇസഹാക്ക് എവിടുന്ന ജനിച്ചെന്നറിയാമോ? ഇസഹാക്ക് ജനിച്ചെവിടുന്നറിയാമോ? ഹലോ, ചത്ത ഗർഭപാത്രത്തിൽ. അങ്ങനല്ലേ പറഞ്ഞേ? എന്റെ ഭാര്യയുടെ ഗർഭപാത്രം നിർജീവമാണെന്ന് ആരാ പറഞ്ഞേ? അബ്രഹാം പറഞ്ഞേ. ഞാൻ നിർജീവനാന്ന് ആരാ പറഞ്ഞത്? അബ്രഹാം പറഞ്ഞേ. അങ്ങനെയാണ് കൊച്ചി ജനിച്ചത് എവിടുന്ന? പാറ. യാഗം കഴിക്കാൻ പോയപ്പോ ധൈര്യമായിട്ടുണ്ട്. യാഗപ്പെടുത്തി കിടത്തിയെന്നറിയാമോ? ചത്ത ഗർഭത്തിൽ നിന്ന് ചെറുക്കനെ തരാൻ കഴിയുമെങ്കിൽ ചാരത്തിന് തരാൻ കഴിയുമെന്ന് വിശ്വസിച്ചു. ഹല്ലേലൂയ. ചത്ത ഗർഭത്തിൽ നിന്ന് മോനെ തരാമെങ്കിൽ ചാരത്തിൽ നിന്നും മകനെ തരാൻ കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചെങ്കിൽ ഇന്ന് രാത്രി തികച്ചും അസാധാരണമായ, തികച്ചും അസാധ്യമായ ഒരു മണ്ഡലത്തിൽ നിന്റെ വിടുതൽ നടന്നിരിക്കുമെന്ന് ഉറപ്പുള്ളവര് ആ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ. അഭിഷേകം ഒന്ന് പുതുകട്ടെ, അന്യഭാഷ ഒന്ന് പുതുകട്ടെ, കൃപാവരം ഒന്ന് ജ്വലിക്കട്ടെ. ഹല്ലേലൂയ. പ്രവാചകന്മാർ എഴുന്നേക്കട്ടെ, പ്രവാചകിമാർ എഴുന്നേക്കട്ടെ, ദർശനമുള്ളവർ എഴുന്നേക്കട്ടെ, ശുശ്രൂഷയ്ക്കായിട്ട് അടുത്ത തലമുറ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കരമൊന്ന് ഉയർത്തിപ്പിടിക്കുക. രണ്ട് കരമൊന്ന് ഉയർത്തിപ്പിടിക്കുക. ആ കൈ ദൈവം ഒന്ന് കണ്ടോട്ടെ. ഓ, ആ കണ്ണുകൾ നടച്ചേ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് തന്നു, 7 ജനത്തിന് കൈമാറി. ദൂത് അവിടുത്തെയാണ്, ആലോചന അവിടുത്തെയാണ്. അതുപോലെ നിവർത്തിക്കപ്പെടട്ടെ. നിന്റെ ജനം ഈ രാത്രി, ഇന്ന് തന്നെ മറ്റുള്ളവർക്കാകെ ഇവരെ നീ വലിയവരാക്കാൻ പോകുന്നതിനായി സ്തോത്രം. നിന്റെ മഹത്വം അവരുടെ മേൽ ഇറങ്ങിയതിനായി സ്തോത്രം. രോഗത്തിന്റെ കെട്ടുകളെ അഴിക്കുന്നു, ശാപത്തിന്റെ മണ്ഡലങ്ങളെ അഴിക്കുന്നു, അന്യാരാധന പോരുകളെ അഴിക്കുന്നു. ഓ
സഭയ്ക്കെതിരായി നിൽക്കുന്ന ചില ഗൂഢാലോചനകളെ, ചില തന്ത്രങ്ങളെ, ചില കുരുട്ടുപണികളെ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ കരിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. ഒരു വലിയ ഡെലിവറൻസ് ഈ സഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. ഈ ദേശം അതറിയട്ടെ. ഞങ്ങളുടെ അഭിഷക്തന്മാരെ സഭയിൽ യേശുവിൻ നാമം ചൊല്ലി അനുഗ്രഹിക്കും, മഹത്വം വെളിപ്പെടുത്തും, അടിയനെ താഴ്ത്തും. യേശുവിൻ നാമത്തിൽ തന്നെ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. ഹല്ലേലൂയ. കരമടിച്ച്, കരമടിച്ച്.